ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാരെല്ലാം ഇവിടെ ഉണ്ടോ? എല്ലാവരും ഇവിടെ പോയി, എല്ലാവരും ഓടി വാ. ഞാൻ രാവിലെ ഇതാ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു അന്തവുമില്ല, അവസാനവുമില്ല കേട്ടോ. ഒരു വീഡിയോയും അവസാനിക്കൊന്നുമില്ല. എന്താന്ന് പറയാം, എങ്ങനെയൊക്കെ എവിടെ കൂടെയൊക്കെ വന്നൊരു വീഡിയോ എടുത്തു. അങ്ങനെ രാവിലെ ഇതാ മുട്ടക്കറി വയ്ക്കാൻ പോവുകയാണ്. മുട്ട പുരട്ടുണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഇന്ന് രാവിലെ മുട്ട പുരട്ടും ദോശയും ഒക്കെയാണ്. ഇന്നലെ ഞങ്ങളൊരു യാത്ര പോയി വരണ വഴിക്ക് രാത്രി ആയതുകൊണ്ട് വഴിയിൽ നിന്ന് ബെറോട്ടയും ചിക്കൻ ഫ്രൈയും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫ്രൈ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ചിക്കൻ ഫ്രൈയും മുട്ടപ്പുരട്ടും ദോശയും ചായയും ഒക്കെയാണ്. ഇന്ന് നമ്മൾ അവിടുത്തെ വീട്ടിലാണ്, കുറച്ച് ദിവസം അവിടെ ആയിരുന്നു. അങ്ങനെ രാവിലെ അതൊക്കെ ചെയ്തു. ഇന്ന് കുറച്ച് വങ്കട മീനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സങ്കടങ്ങളൊക്കെ മാറാൻ വേണ്ടി ഞാനിന്ന് വങ്കട മീനാണ് വാങ്ങിച്ചത്. ഇങ്ങനെ വങ്കട പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് ഇന്നിപ്പം പുറത്തൊന്നും പോയി മീനൊന്നും അറക്കാനൊന്നും വയ്യ. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഉപയോഗിക്കാതിരിക്കുന്ന ചട്ടി ആയതുകൊണ്ട് അതിനെയൊക്കെ ഒന്നുകൂടി കഴുകി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോകും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോകണമെങ്കിലും ഇന്ന് തുടങ്ങണതുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് കഴുകി എടുത്തതിന് ശേഷം മീനൊക്കെ അറുത്ത് റെഡിയാക്കാം. അങ്ങനെ മീനകത്ത് ഞാൻ ചോറും കറികളും ഒക്കെ വയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എൻ്റെ വീഡിയോ ഞാൻ ഓൺ ചെയ്യാതെ വെറുതെ വീഡിയോ വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് വീഡിയോ എടുത്തത് കിട്ടിയില്ല. പിന്നെ എന്താ പറയണം, നമ്മളടുത്ത ബന്ധുവിൻ്റെ കല്യാണം ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ തന്നെയാണുള്ളത്. ഉച്ചയായപ്പോഴത്തേക്കും മോളും കുഞ്ഞുമൊക്കെ വന്നു. അപ്പം രാവിലെ നമുക്ക് രണ്ടുപേർക്കും വേണ്ടി നമ്മൾ വങ്കട മീനും ചോറും കറികളും ഒക്കെ റെഡിയാക്കി വെച്ചു. ഞങ്ങളുടെ മീൻ വലിച്ചിട്ടും പേടിച്ചിട്ടും വരില്ല കേട്ടോ. വീട്ടിനകത്ത് വെച്ചിറക്കാൻ വലിയ പാടാണ്. എന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് നടത്തുന്നതാണ്. പുറത്തിറങ്ങാൻ പാടില്ല, വല്ലാത്ത മഴ. അറിയാമല്ലോ ഇന്നത്തെ അവസ്ഥ. ഇങ്ങനെ നിന്ന് അറക്കുന്നത് വലിയ പാടാണ്. എങ്കിലും ഇവിടെ നിന്ന് അറത്തേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ ആയതുകൊണ്ട് ഞാൻ വലിച്ചുരിച്ച് അതിൻ്റെ 4 സൈഡിലുള്ള ചതയെല്ലാം കളഞ്ഞു. അല്ലാതെ ഒരു രക്ഷയില്ല. എൻ്റെ കൈ മൊത്തം തിരിതിരാ മുറിഞ്ഞു പോയി. അങ്ങനത്തെ മീനിനെ വല്ലതിനെയും വലിച്ചുരി ചേർത്ത് കഴുകി റെഡിയാക്കി. മുട്ടക്കറി, മുട്ടപ്പുരട്ട് അതും ഏകദേശമൊക്കെ റെഡിയായി. അങ്ങനെ നമുക്ക് രാവിലെ കാപ്പി കുടിക്കാനുള്ള സമയമായി. ഇവിടെ ചോറൊക്കെ റൈസ് കുക്കറിലാണ് വെച്ചത്. അടുപ്പിലൊന്നും കത്തിപ്പില്ല, പുറത്ത് മഴ കാരണം. പിന്നെ അതേ ദോശ ചുടാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ചുട്ടു. അത് കഴിഞ്ഞത് കാപ്പി കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇന്നത്തെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും ചപ്പാത്തിയും ചിക്കൻ കറിയും വയ്ക്കാമെന്ന് വെച്ചു. അങ്ങനെ മോള് വന്നു. പിന്നെ ചെന്ന് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരാളിനെ പറഞ്ഞ് ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ കുറച്ച് ചിക്കൻ കറിയും വെച്ച് കുറച്ച് ചിക്കൻ എടുത്ത് പൊരിച്ച് നമ്മൾ രാത്രി അതിവിശാലമായ രീതിയിലൊരു ഭക്ഷണം കഴിപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും കിട്ടിയില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. വൈകുന്നേരം കുളിച്ച് കഴിഞ്ഞുള്ള പരിപാടികളാണ് കേട്ടോ. ഒരു 6-6:30 മണിക്ക് ഞാനതെല്ലാം തയ്യാറാക്കുന്നതാണ്. അതാണ് കുളിച്ച തലമുടി അങ്ങനെ തന്നെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. അവിടെ എൻ്റെ കൊച്ചുമോനിരുന്ന വീഡിയോ കാണുന്നുണ്ട്, മോൻ. പിന്നെ ഇതാ ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നിട്ട് സൂപ്പർ ടേസ്റ്റായിരുന്നു. അടിപൊളി ആയിട്ട് ഇന്നത്തെ ചിക്കൻ കറി ചപ്പാത്തിയായിരുന്നു. നമ്മൾ അടിച്ചു പൊളിച്ചു. അങ്ങനെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമില്ല? എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാരെയും പ്രത്യേക സ്നേഹാന്വേഷണം. പഴയ വീഡിയോകളുമായി പുതിയ ആളായിട്ട് ഞാനിതാ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. എൻ്റെ കൂട്ടുകാരെ ഒന്നും കാണാനില്ല, അവരാരും എനിക്ക് മെസ്സേജ് നൽകിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്നെ കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണോ മഴയായതുകൊണ്ട് കാണാഞ്ഞതാണോ എന്നറിയില്ല. ചിക്കൻ ഫ്രൈ റെഡിയായി. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. താങ്ക് യു.